നമസ്കാരം. ഇന്ന് ഒരു അതിഥിയുണ്ട്. കേരള കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ, അതായത് ബ്രാക്കറ്റിലില്ലാത്ത കേരള കോൺഗ്രസ്, യഥാർത്ഥ കേരള യെസ്, അപ്പു ജോൺ ജോസഫാണ് ഇന്ന് നമ്മോടൊപ്പം ദൃശ്യയോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. തിരക്കാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ കൃഷിയും പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? കൃഷിക്ക് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. അപ്പം വീട്ടില് കുടുംബവും വൈഫും ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരത്തെയും ഒക്കെ കുറെ മാനേജ് ചെയ്യും. അപ്പം പക്ഷെ ഇപ്പം രാഷ്ട്രീയ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഒരു പശ്ചാത്തലത്തില് ഇപ്പം പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങൾ വാർഡ് കമ്മിറ്റികളൊക്കെ വിളിച്ചു കൂട്ടുന്നതുകൊണ്ട് ദിനവും തിരക്കുള്ള ഒരു ഈ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് ഭാരിച്ചൊരു ഉത്തരവാദിത്തം തന്നെയുണ്ട്. കോർഡിനേറ്റർ എന്ന് പറയുന്ന ജോലി സത്യം പറഞ്ഞാൽ ഞാനൊരു 5-6 വർഷമായിട്ട് ഇത് തന്നെയാണ് പാർട്ടിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ടിയുടെ ഇപ്പം 14 ജില്ലകളിലുള്ള ജില്ലാ കമ്മിറ്റികളിലും മറ്റ് പ്രാദേശികമായ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പലപ്പോഴും അവിടെ ഇടപെടലുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ പാർട്ടി ചെയർമാനുമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഇന്റർഫേസ്, ഒരു കാര്യങ്ങൾ വരുന്നതാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തിരിച്ചതിനുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അപ്പൊ ആ ഒരു വർക്ക് ഇപ്പൊ ഒരു പാർട്ടി ഒരു ഔദ്യോഗിക ഒരു എന്താ പറയുക ഒരു ലേബൽ അല്ലെങ്കിൽ ഒരു പദവി തന്ന് ഇപ്പം ആ പ്രവൃത്തി ചെയ്യുന്നു എന്നതേ ഉള്ളൂ. ഇപ്പോൾ UDF-നകത്ത് ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴുള്ള പ്രസക്തി എങ്ങനെയാണ്? അല്ല, ഒരു മുന്നണി സംവിധാനത്തിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉള്ള പ്രബല കക്ഷികൾ, ഇപ്പം കോട്ടയം ജില്ല എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇടുക്കി ജില്ല എടുക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് ഒരു വലിയ റോള് അവിടെ പ്ലേ ചെയ്യാനുണ്ട്. അപ്പം UDF-ന്റെ മുന്നോട്ടുള്ള ഒരു വിജയത്തിനും UDF-ന്റെ ഒരു അടുത്ത തിരിച്ച് ഭരണത്തിൽ കയറുവാനുമൊക്കെ ഇതിലുള്ള ഓരോ ഘടക കക്ഷികൾക്കും അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്, പ്രാധാന്യവുമുണ്ട്. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. അല്ല, ഇപ്പോൾ ഈ യുവജനങ്ങൾ കൂടുതലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കൊക്കെ കടന്നു വരാനായിട്ട് മടിച്ചു നിൽക്കുന്നൊരു കാലഘട്ടമല്ലേ? അപ്പോൾ താങ്കൾക്ക് കുറച്ച് യുവാക്കളെയൊക്കെ സംഘടിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ? തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇന്നത്തെ യുവതലമുറ അത് പ്രത്യേകിച്ച് ഇന്ന് ക്യാമ്പസ് രാഷ്ട്രീയം ഒരു ഏതാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതായി. അപ്പം ഇല്ലാതായപ്പോൾ തന്നെ ഒരു ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന പോലെ പണ്ട് ഈ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഇപ്പം പണ്ട് SFI ഉണ്ടായിരുന്നു, KSU ഉണ്ടായിരുന്നു, KSC ഉണ്ടായിരുന്നു, അതുപോലെ മറ്റ് പല എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യാമ്പസിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടനകൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഒരു രാഷ്ട്രീയ ഒരു സ്ട്രീമിലേക്ക് ഇവർ വരുവാനുള്ള സാധ്യതകളും ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ പ്രബലരായ എല്ലാ രാഷ്ട്രീയക്കാരും ഒരു ക്യാമ്പസുകളിൽ കൂടെ കയറി വന്നവരാണ്. പഠിക്കുന്ന കാലത്തെ ബുദ്ധിജീവികളായിരുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ ഇന്നത്തെ മന്ത്രിമാരും പ്രബല നേതാക്കന്മാരെല്ലാവരും തന്നെ. അപ്പൊ ഇപ്പൊ ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറി യുവജനങ്ങൾ പഠിത്തം കഴിയുമ്പോൾ നേരെ ജോലി തേടി പോകുന്നു. അല്ലെങ്കിൽ ഇപ്പൊ 12ാം ക്ലാസ് കഴിയുമ്പോഴേ വിദ്യാർത്ഥികൾ ഇപ്പം കേരളം വിട്ടു പോകുന്നു, ഇന്ത്യ വിട്ടു പോകുന്നു. അതൊരു വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ഒരു സാമൂഹികമായ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പം ചെയ്യുന്നത്, നമ്മൾ പല ഫോറങ്ങൾ, ഇപ്പം നമുക്കൊരു IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പുതിയ ഒരു 2-3 വർഷമായ മുമ്പ് നമ്മൾ തുടങ്ങിയ ഒരു പുതിയ ഒരു പോഷക സംഘടനയാണ്. ഇപ്പം പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളെ ഇപ്പം ഈ ഒരു സംഘടനയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെയും കൂടെ നമ്മുടെ ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഇവരെയും കൂടെ പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു, അതുപോലെ ഈ യുവജനങ്ങളെ കൂടെ ഇതിലേക്ക് ആകർഷിക്കുക. അതുപോലെ യൂത്ത് ഫണ്ടും KSCയും ഒക്കെ ഇപ്പം പഴയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പുതുതായിട്ട് അതിലേക്ക് കൂടുതൽ യുവജനങ്ങൾ നമുക്ക് ആകർഷിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് പോരാ. ഇനി മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. ഇനിയും ധാരാളം യുവജനങ്ങളെ നമ്മൾ ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്നൊരു കർഷകൻ കൂടിയായ താങ്കൾ ഇപ്പോൾ ഇടുക്കി ജില്ല പോലുള്ള ജില്ലയിൽ ഏറ്റവും വലിയ കർഷകർ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അതിന് കേരള കോൺഗ്രസിന്റെ നിലപാടുകളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഇന്ന് ഇടുക്കി ജില്ല നേരിടുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ഈ വന്യജീവി ആക്രമണങ്ങൾ. നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ദിവസം തന്നെ ആന 2 പേരെ ചവിട്ടി. ഒരു
1-2 മാസത്തിനുള്ളിൽ ഏതാണ്ട് 30ഓളം ആളുകളെ ആണ് ഇങ്ങനെ വന്യമൃഗ ജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഈ കൃഷി നശിപ്പിക്കുന്നത്, ഈ മൃഗങ്ങൾ വന്ന് കൃഷി, ഇപ്പം ഹൈറേഞ്ചിൽ നിന്നൊക്കെ കൂട്ടമായിട്ട് ഇപ്പം കർഷകർ അവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം തൊടുപുഴയിൽ തന്നെ നമ്മുടെ മൈലക്കൊമ്പ് എന്ന് പറയുന്ന ഒരു ഇടവകയുണ്ട് കുമാരമംഗലം പഞ്ചായത്തിൽ. ആ മൈലക്കൊമ്പ് ഇടവകയിൽ സീറോ മലബാർ സഭ ഇടവകയാണ്. കഴിഞ്ഞ 4 വർഷം 250 കുടുംബങ്ങളാണ് ഹൈറേഞ്ചിൽ നിന്ന് കുടിയിറങ്ങി വന്ന് ആ ഇടവക ചേർന്നത്. അത് ഒരു പഞ്ചായത്തിലെ ഒരു ഇടവകളെ കാര്യം പറയുന്നത്, അത് സീറോ മലബാർ സഭ മാത്രം. അപ്പം മറ്റ് ഇതര സമുദായങ്ങളിൽ നിന്നും, അപ്പം അത് അവിടുന്ന് ഹൈന്ദവ സമുദായങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, മുസ്ലിം സമുദായങ്ങൾ വരുന്നുണ്ട്, അതുപോലെ മറ്റ് ഇതര ക്രൈസ്തവ എന്താ പറയുന്നത് സഭകളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പം നമ്മളത് ഒന്ന് ആ രീതിയിൽ ആ ഒരു സ്കെയിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാലേ ഭീകരമായ അവസ്ഥയാണ് ഇടുക്കിയിൽ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഭൂപതിവ് ചട്ടം എന്ന് പറയുന്ന ഒരു സംഭവം, അതിപ്പം കഴിഞ്ഞ ദിവസം പാർട്ടി സംഭവം, ഇപ്പൊ അവരൊരു പുതിയ ഭേദഗതി എന്ന് പറയുന്നത്, അത് എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് ആ ഒരു ഭേദഗതി നിലവിൽ വന്നത്. കാരണം ആരും ഒന്നും പഠിക്കാതെ ഓൾറെഡി ഉള്ള ഒരു വിഷയത്തെ വീണ്ടും സങ്കീർണമാക്കുന്ന രീതിയിലേക്കാണ് ആ ഒരു നിയമനിർമ്മാണം ഇപ്പോൾ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഇത് പറയുന്നത് എന്നാ പറയുന്നത്, അതിന്റെ പ്രഖ്യാപനം ഇപ്പൊ അത് വൈകിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ മേഖലയിലും ഇപ്പൊ കർഷകരും മറ്റ് രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി. അങ്ങനെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി പറയുന്നത് അത് UDF-ഉം BJP-യും എല്ലാം ചില തീവ്രവാദ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഇടുക്കി ജില്ലയുടെ തകർക്കാനുള്ള, അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നക്കാരാണെന്ന രീതിയാണ് പറയുന്നത്. ഇത്രയും കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. ഈ ഭൂപതിവ് ഭേദഗതി എന്ന് പറയുന്നത് നിയമം വന്നത് 1960-ലാണ്, ചട്ടം വന്നത് 64-ല്. അതിനു മുമ്പ് പട്ടം താണുമുള്ളിയുടെ കാലത്താണ് 1955-ലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഹൈറേഞ്ചിലേക്ക് കുടിയേറാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. അതായത് നമ്മൾ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് തൊട്ട് മുമ്പ് ഹൈറേഞ്ചിൽ അന്ന് കൂടുതലും തമിഴ് സംസാരിക്കുന്ന ആളുകളായിരുന്നു. അപ്പം ആ ഒരു ഭാഗം കേരളത്തിൻ്റെ ഒക്കെ വരുന്നതിൻ്റെ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയും കൂടെ പട്ടം താണുമുള്ള വളരെ ബുദ്ധിപരമായി ലോ റേഞ്ചിൽ നിന്ന് ആളുകളെ അങ്ങോട്ട് 5 ഏക്കർ സ്ഥലവും 1000 രൂപയും കൊടുത്താൽ കയറ്റി വിട്ടത്. അന്ന് കുത്തക പാട്ടങ്ങളായിരുന്നു. അതിനുശേഷം ഈ കുത്തക പാട്ടത്തിനും കൊണ്ട് ആളുകൾ പോകാൻ താല്പര്യമില്ല. അപ്പോൾ പട്ടയമുള്ള ഭൂമി കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യ നമ്മൾ കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം ഒരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെ എന്ന് പറയുന്നത് ഭക്ഷ്യ സുരക്ഷ. നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത് ഇന്ത്യയിൽ കടുത്ത ഫാമിനായിരുന്നു, പഞ്ഞമായിരുന്നു ഇന്ത്യയിൽ. അപ്പം നമ്മുടെ ഭക്ഷ്യ സുരക്ഷയും കൂടെ കരുതിയാണ് ആളുകളെ അന്ന് ഹൈറേഞ്ചിൽ കൃഷി ചെയ്യാൻ വേണ്ടി കയറ്റിവിട്ടത്. അന്ന് അവിടെ റോഡുകളില്ല, അന്ന് കടകളില്ല, ആരാധനാലയങ്ങളില്ല, ആശുപത്രികളില്ല, ഒരു കള്ള് ഷാപ്പില്ല, ഒന്നുമില്ല, ഒരു പെട്ടിക്കട പോലുമില്ല. അന്ന് ഏറുമാടങ്ങളിൽ താമസിച്ച് ഈ പ്രകൃതിയോടും ഈ പറയുന്ന വന്യജീവികളോടും ഒക്കെ പടപൊരുതി അവിടെ കർഷകർ കൃഷി ഇറക്കിയാണ് നമ്മുടെ കേരളത്തിലെ ഈ ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ ഈ സുഗന്ധ ദ്രവ്യങ്ങൾ അവിടെ കൃഷി ചെയ്താണ് പിടിച്ചു നിർത്തിയിരുന്നത്. 64-ലെ കർഷകന് അവൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്യാനും ഒരു വീട് പണിയാനുള്ള അവകാശം മതിയായിരുന്നു. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ ആ നിയമം ഓക്കെയാണ്. പക്ഷെ ഇന്ന് മറ്റ് 13 ജില്ലകളിലെ പോലെ തന്നെ ഇടുക്കിയിൽ തലങ്ങും വിലങ്ങും റോഡുകളായി, അവിടെ ആശുപത്രികളായി, കോളേജുകളായി, ഇനിയും സൗകര്യങ്ങൾ വേണം. ഇപ്പൊ 11.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇടുക്കിയിൽ താമസിക്കുന്നുണ്ട്. അവർക്കും മറ്റ് 13 ജില്ലയിലുള്ള പട്ടയം ഉള്ള ഭൂമി വില കൊടുത്ത് വാങ്ങിയ ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു കുടിയേറ്റക്കാരന് മറ്റ് 13 ജില്ലകളിലും ഞാനൊരു ഭൂമി കാശ് കൊടുത്ത് വാങ്ങിയാൽ അതിന് അവകാശം അവർക്കും വേണം. അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഭരണഘടനാപരമായിട്ട് അവൻ്റെ അവകാശമാണ്. അപ്പം ആ ഭൂപതിവ് ചട്ടത്തിൽ ഇപ്പം ഈ മാറിയ കാലഘട്ടത്തിൽ ഉപാധിരഹിത പട്ടയം കൊടുക്കാതെ ഇതിന് ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ല. ഇപ്പം പറയുന്നത് എന്തുവാ? ഇപ്പം പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇതുവരെയുള്ള കൺസ്ട്രക്ഷൻ 3000 സ്ക്വയർ ഫീറ്റ് താഴെ ഉള്ളതാണെങ്കിൽ റെഗുലറൈസ് ചെയ്ത് കൊടുത്തേക്കാം. അതിന് മുകളിലേക്കാണെങ്കിൽ ഭൂമിയുടെ അടിസ്ഥാന വില അനുസരിച്ച് 50%, കോറകളാണെങ്കിൽ 100% വരെ ഭൂമിയുടെ വില കൊടുത്ത് ഒരു ഫൈൻ അടയ്ക്കുന്ന പോലെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ നിയമം വളരെ ലളിതമായിട്ട് ഇവർക്ക് പരിഹരിക്കായിരുന്നു. ആ ചട്ടത്തിലുള്ള ഭേദഗതി വരുത്തേണ്ടത് കൃഷിക്കും വീട് പണിയാനും മറ്റ് ഇതര ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വാക്ക് ചേർത്താൽ പരിഹരിക്കാവുന്ന ഒരു വിഷയത്തെ ഇനി ഇത് 3000 സ്ക്വയർ ഫീറ്റ് ആണോ അല്ലയോ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അളന്നു നോക്കണം.
ഉദ്യോഗസ്ഥൻ പറയുകയാണ് അത് 3000 അല്ല 10 സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ട്. അവിടെ വലിയ അഴിമതിക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തേക്കാണ്. ഈ കെട്ടിടമെല്ലാം ഇവര് സ്കെച്ചും വരച്ച് പ്ലാൻ ഉണ്ടാക്കി പഞ്ചായത്ത് പ്ലാൻ അപ്രൂവ് ചെയ്ത് അതിനുശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ടാക്സ് മേടിച്ച് കറണ്ടും കൊടുത്ത് ഇപ്പോഴും വർഷാവർഷം ടാക്സ് അടയ്ക്കുന്ന ഓരോ കെട്ടിടങ്ങളുമാണ്. അവിടെ നിർമ്മാണ നിയന്ത്രണം ഉണ്ടെങ്കിൽ അന്ന് പഞ്ചായത്ത് പറയണ്ടേ? അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നടത്തിയ ഒരു പിഴവിന് ഇന്ന് ഈ ജനങ്ങളെ കൊണ്ടുപോയി പ്രതികളാക്കിയേക്കുവാണ്. അവരതിന്റെ പരിഹാരം ചെയ്യണമെന്ന സർക്കാർ പറയണേ. ഇത് എവിടുത്തെ ന്യായമാണ്? അന്ന് അങ്ങനെ ഒരു നിർമ്മാണ നിയന്ത്രണം ഉണ്ടെങ്കിൽ അത് പഞ്ചായത്ത് പറഞ്ഞായിരുന്നു. ഇവരുടെ അടുത്ത് ടാക്സ് മേടിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ബിൽഡിംഗ് പറയാൻ അപ്രൂവൽ കൊടുക്കുമ്പോൾ എന്നെ പറയണമായിരുന്നു. അവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു കർഷകൻ ഒരു കടമുറി പണിത് അതിനൊരു വാടക മേടിച്ചാൽ, ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുള്ള പല കെട്ടിടങ്ങളും മുകളിൽ വീടും താഴെ 2-3 കടമുറികളും ഉണ്ട്. അതെല്ലാം അടച്ചു കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ അതെല്ലാം കടുത്ത ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ഉള്ള രീതിയിലുള്ള നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഒരാലോചന ഇല്ലാതെ, ഒരു ഭാവന ഇല്ലാതെ, ഇത് ചർച്ച അസംബ്ലി വന്നപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവും PJ ജോസഫും അപ്പച്ചനും മോൻസും ഉൾപ്പെടെയുള്ള ആളുകൾ, മാത്യു കുളനാട് ഉൾപ്പെടെ ആളുകൾ ഇതിന്റെ ഭേദഗതി വരേണ്ടത് ഉപാധിരഹിത പട്ടയമാണ് നമ്മൾ ശക്തിയുക്തം തീർച്ചയായിട്ടും. അതിനുശേഷം ഇവർ ഈ ചട്ടം കൊണ്ടുവന്നപ്പം ഇതിനൊരു സബ്ജക്ട് കമ്മിറ്റി ഉണ്ട്. ആ സബ്ജക്ട് കമ്മിറ്റിയിൽ 2 UDF പ്രതിനിധികളാണ് ഉള്ളത്. അവരും പറഞ്ഞു ഇങ്ങനെയല്ല ഇത് വരട്ടെ, ഉപാധിരഹിതമാക്കണം എന്ന് പറഞ്ഞു. അത് ആരും ചെവിക്കൊണ്ടില്ല. ഇപ്പം ആ ഒരു പിന്നെ ഇനിയിപ്പം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. മറ്റൊന്ന് അല്ല, ഞാൻ ഇതിന്റെ ഒരു ഇവരുടെ പൊള്ളത്തരം കൂടെ ഞാൻ പറയുക. ഉടനെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരും. അപ്പൊ പിന്നെ ഈ നിയമം പാസ്സാക്കാൻ പറ്റത്തില്ല. അത് കഴിയുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും. ഇത് നടപ്പാക്കാനൊന്നുമല്ല. 9.5 വർഷം ഉറങ്ങിക്കിടന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണ്. അത് തന്നെയാണ് ഈ വന്യജീവി വിഷയത്തിലും കൺകറന്റ് ലിസ്റ്റിലുള്ള നിയമങ്ങൾ കേന്ദ്രത്തിന്റെ നിയമത്തെ മറികടന്ന് ഞങ്ങൾ ചെയ്യുന്നൊക്കെ ഇപ്പൊ പറഞ്ഞു വെച്ചേക്കുന്നത്. അത് ചെല്ലുമ്പോഴേ ഗവൺമെന്റ് എടുത്ത് വലിച്ചു കയറി ചവിട്ടുകൊട്ടയില്ല. കാരണം കൺകറന്റ് ലിസ്റ്റിലുള്ള നിയമം കേന്ദ്ര നിയമത്തെ മറികടന്ന് സംസ്ഥാനത്തിന് ഒരു കാലത്തും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊന്നും നടപ്പാക്കണമെന്ന് ഉദ്ദേശിച്ചല്ല ഇവരത് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന 9.5 വർഷം ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് അവസാനത്തെ ഒരു 6 മാസം എന്തൊക്കെയോ ഞങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇപ്പോൾ 2 ടേം ഇപ്പോൾ പിണറായി സർക്കാരാണ് ഭരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ടേമിലും ചില എന്ന് പറയാ പല സമുദായ സംഘങ്ങളെയും കൂട്ടുപിടിച്ചപ്പോൾ നമുക്കറിയാം അയ്യപ്പ സംഗമം നടന്നു. ഇപ്പോൾ SNDPയും NSSും എല്ലാം യോജിച്ചു വരുന്നു. ഈ അയ്യപ്പ സംഗമമൊക്കെ നടത്തി, അതിനെക്കുറിച്ച് എന്താണ് കേരള കോൺഗ്രസിന് പറയാനുള്ളത്? പല വേഷത്തിലും പ്രച്ഛന്ന വേഷത്തിലും അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിൽ വനിതകളെ കയറ്റാൻ നോക്കിയ ഒരു കൂട്ടരാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഒരു പ്രഹസനമായിട്ടില്ല അതവിടെ നടത്തിയത്. മുടക്കിയത് 7 കോടി രൂപ എന്ന് പറയുന്നു. നമ്മുടെ ആശാ സഹോദരിമാർ ആ സെക്രട്ടേറിയറ്റിന്റെ വകയ്ക്ക് സമരം നടത്തിക്കൊണ്ടിരിക്കുക. 8 മാസം കഴിഞ്ഞു. ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ സമരമാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 10-ാം തീയതി 8 മാസം കഴിഞ്ഞു. അവരൊരു കുറച്ച് അവരുടെ ഓണറേറിയം കൂട്ടി ചോദിക്കുമ്പോൾ പൈസ ഇല്ല എന്ന് പറയുന്ന സർക്കാരിന് 4-ാം വാർഷികത്തിൽ അവർ 100 കോടി രൂപ മുടക്കി. ഇതിന് മുടക്കി 7 കോടി രൂപ. അതുപോലെ നമ്മളെല്ലാവരും ആരാധിക്കുന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബഹുമതി കൊടുക്കണം. പക്ഷെ ആ ഒരു ചടങ്ങിന് അവർ മുടക്കിയത് 2.34 കോടി രൂപയാണ്. ഒരു ചടങ്ങിന് എഴുതിയെടുത്തേക്കുന്നത്. അപ്പം ഇവിടെ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടാനും അവരുടെ ആവശ്യങ്ങൾ കൊടുക്കുവാനും ഇവർക്ക് പണമില്ല. ഈ പറയുന്ന പോലെ ഇന്ന് ഒരു മതേതര എന്താ പറയുന്നത് ഒരു സാഹചര്യം നിലനിർത്തേണ്ട ഒരു സംസ്ഥാനത്ത് ഇന്നിപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വർഗീയത എന്ന് പറയുന്നത് ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് CPM പോലത്തെ ഒരു പാർട്ടിയാണെന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇന്ന് ഞാനിപ്പോൾ നമ്മുടെ ഈ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഉള്ളവരും ബ്രാക്കറ്റ് ഇല്ലാത്തവരും എല്ലാവരും കൂടി ചേരുമോ? അത് പ്രായോഗികമായിട്ട് അതിന് പല ബുദ്ധിമുട്ടുകളുമുണ്ട്. പക്ഷേ അല്ല, പണ്ട് മാണി സാറിൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്പം അപ്പച്ചനായാലും തിരിച്ച് വന്നത്. മാണി സാറിൻ്റെ കാലത്ത് അന്നൊരു KM മാണി സാറുണ്ടായിരുന്നു, PJ ജോസഫ് ആയിരുന്നു. ഈ 2 സൈഡിൽ 2 പേരും തലമുതിർന്ന നേതാക്കന്മാരാണ്. 2 പേര് രാഷ്ട്രീയം അറിയാവുന്ന നേതാക്കന്മാരാണ്. 2 പേരും കേരള കോൺഗ്രസ്സുകാരാണ്. കർഷകർക്ക് വേണ്ടിയും കർഷക തൊഴിലാളിക്ക് വേണ്ടിയും നാട്ടിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ശബ്ദം ഉയർത്തിയിടുന്ന നേതാക്കന്മാരാണ്. അങ്ങനെ 2 നേതാക്കന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയും ഇത്
നടന്നിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, അന്ന് മാണി സാർ ഒരു തീരുമാനമെടുത്തു, കേരള കോൺഗ്രസ്സുകാർ ഒന്നിച്ച് നിൽക്കണം. അതിന് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ ചെയ്തത് പി ജെ ജോസഫ് നയിച്ചിരുന്ന, കാരണം ഭരണത്തിലിരിക്കുമ്പോൾ മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് അത് രാജിവെച്ചിട്ട് മറ്റ് പലരുടെയും ഇടപെടലുകൾ കാരണമാണ്. അന്ന് ഇങ്ങോട്ട് വരണമെന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു. നമ്മൾ ആലോചിക്കണം, അന്ന് ഈ ജോസഫ് വിഭാഗം ഇങ്ങോട്ട് വന്ന് മാണിസാറുമായിട്ട് ലയിച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നിലവിൽ വരുന്നത്. അന്ന് 72-68 അന്നത്തെ സീറ്റ് നില. അന്ന് ജോസഫ് വിഭാഗം അപ്പുറത്തായിരുന്നെങ്കിൽ അന്ന് തൊടുപുഴ ജയിക്കുന്ന സീറ്റാണ്, കടുത്തുരുത്തി ജയിക്കുന്ന സീറ്റാണ്, കോതമംഗലം ടി യു കുരുവിള മന്ത്രിയായതിനു ശേഷം നല്ല ഡെവലപ്മെന്റ് നടത്തി ജയിക്കുന്ന സീറ്റാണ്. അന്ന് കുട്ടനാട് LDF-ലായിരുന്നെങ്കിൽ ജയിക്കാവുന്ന സീറ്റാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്ന് ഈ ഒരു തുടർഭരണം വരെ വന്നത് ജോസഫ് ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ്. അപ്പം അന്ന് മാണി സാറിന് അവസാന ഒരു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയാൻ സാധിച്ചതും ഈ ലയനം കാരണമാണ്. പക്ഷെ അന്ന് നഷ്ടങ്ങൾ മുഴുവൻ ഉണ്ടായത് ജോസഫ് ഗ്രൂപ്പിനാണ്. കാരണം ജോസഫ് ഗ്രൂപ്പിനെ ജയിച്ചു നിന്ന് 4 സീറ്റ് മാത്രമേ കൊടുത്തുള്ളൂ. LDF-ൽ നിന്നുമ്പോൾ കൂടുതൽ സീറ്റും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഘടന ഏതാണ്ടൊരു കേഡർ സംഘടന പോലെ ഈ എല്ലാ ജില്ലകളിലും നമുക്ക് നല്ലൊരു സംവിധാനം ഉണ്ടായിരുന്നത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആനുപാതികമായിട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ സംഘടന ഇല്ലാതായിപ്പോയി. ഇവര് പല കഥകളും പറയുന്നുണ്ട്. പി ജെ ജോസഫിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ് പറയുന്നത്. മാണി സാറിനെ ശരിക്കും രക്ഷപ്പെടുത്തിയത് ഈ ലയനമാണ്. കാരണം അന്ന് നമുക്കറിയാം, അന്ന് പാലാ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മാണി ഗ്രൂപ്പിന്റെ ഏറ്റവും കേന്ദ്രങ്ങളായ 3-4 പഞ്ചായത്തുകൾ, ഈ കടപ്പളാമറ്റവും അങ്ങനെയുള്ള മാണി സാറിന്റെ ജന്മസ്ഥലം ഉൾപ്പെടെയുള്ളത് അന്ന് കടുത്തുരുത്തിക്ക് പോയി. ഇന്ന് പൂഞ്ഞാറിൽ നിന്ന് പി സി ജോർജിന്റെ വിഭാഗത്തിനും ജോസഫ് ഗ്രൂപ്പിനും ശക്തിയുള്ള ഒരു 3-4 പഞ്ചായത്തുകൾ, മൂന്നല ഉൾപ്പെടെയുള്ളത് പാലായിലേക്ക് വന്നു. അപ്പൊ അന്ന് രാഷ്ട്രീയപരമായിട്ട് ആ ലയനം ആവശ്യമായിരുന്നു. കാരണം അന്ന് ഈ ലയനം ഉണ്ടായതിനു ശേഷവും അന്ന് മാണിസാറിന്റെ ഭൂരിപക്ഷം 4000 വോട്ടേ ഉള്ളൂ. അപ്പം ആലോചിക്കണം, ഇവിടെ ആർക്കാണ് ആ ഒരു ലയനം കൊണ്ടുള്ള ഗുണമുണ്ടായത്? മാണിസാറിന്റെ കാലശേഷം മാണിസാർ അതിനകത്ത് ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞു, ന്യായമായിട്ടും ഒരാള് പാർട്ടി ചെയർമാനും ഒരാള് പാർലമെന്റ് പാർട്ടി ലീഡറുമാകണം. മാണി സാറ് ഇടയിൽ ഒരാളുണ്ടായിരുന്നു, ആരാന്ന് ഞാൻ പറയുന്നില്ല, മധ്യസ്ഥനുണ്ടായിരുന്നു. അവിടെ വെച്ച് ആവശ്യപ്പെട്ട് മാണി സാറിന്റെ സീനിയോറിറ്റി പരിഗണിച്ച് ഔസേപ്പച്ച, എനിക്ക് ഇത്രയും പ്രായമൊക്കെ പാർട്ടി ചെയർമാനും പാർലമെന്ററി പാർട്ടി ലീഡറും എനിക്ക് തരണം. തത്തുല്യമായ ഒരു വർക്കിംഗ് ചെയർമാൻ അന്ന് ഉണ്ടാക്കിയ പുതിയ പോസ്റ്റാണ്. ചെയർമാനോട് തന്നെ തത്തുല്യമായ സ്ഥാനമാണ്. ചെയർമാന്റെ അഭാവത്തിൽ ചെയർമാൻ്റെ റോളുണ്ടാക്കി തന്നതാണ്. അതിനുശേഷം മാണി സാറിന്റെ കാലശേഷം ഈ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ അന്ന് സീനിയർ ആയിട്ടുള്ള, അന്ന് പി ജെ ജോസഫ് എന്ന് പറയുന്നാൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു അതാണ്. അപ്പൊ അന്ന് പി ജെ ജോസഫിന്റെ നേതൃത്വം മാണി സാറിനെ അംഗീകരിച്ച് മാണി സാറിന് ഈ പറയുന്ന സകല ബഹുമാനങ്ങളും കൊടുത്ത് ലയനം നടപ്പാക്കിയ പി ജെ ജോസഫിനെ അംഗീകരിക്കാൻ ഇവിടുത്തെ യുവതലമുറയിലുള്ള കുറെ ആളുകൾ, ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല, അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മാണി സാറിന് സ്വപ്നമായിരുന്ന ഈ കേരള കോൺഗ്രസിന്റെ ഏകീകരണം പിളർന്നത് അവിടെയാണ്. അപ്പൊ അത് ഇനിയൊരു യോജിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കേരള കോൺഗ്രസുകളുടെ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ വേണേൽ ഉണ്ടാക്കാം. പക്ഷെ പാർട്ടികളുടെ ലയനം ഇപ്പോഴത്തെ രീതിയിൽ പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നേരിട്ട് തന്നെ ചോദിക്കാം, ഈ ഒരു 5-6 വർഷമായി കേൾക്കുന്നു മത്സരിക്കുന്നൊക്കെ, ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും? അതെ, എൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നൊക്കെ അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ട, ഇപ്പൊ കേരള കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് ഐക്യജനാധിപത്യ മുന്നിലുള്ള ഓരോ ഘടകകക്ഷികൾക്കും ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇനി ഒരു തുടർഭരണം നമ്മുടെ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നമ്മുടെ ഈ വിദ്യാർത്ഥികളിലൂടെ പലായനം ചെയ്തു പോകരുത്, രക്ഷയുള്ളൂ. അപ്പം ഭരണം ഇനി ഐക്യജനാധിപത്യ മുന്നണിയെ ഭരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം. അതിനുവേണ്ടി ചെയ്യേണ്ടത് പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ, പാർട്ടിയുടെ വാർഡ് തലങ്ങളിലുള്ള കമ്മിറ്റികൾ ചേരുന്നുണ്ടോ പാർട്ടിയിലേക്ക്? ധാരാളം ആളുകൾ ചേരുന്നു. അത് ഇടതുപക്ഷത്തിൽ നിന്നും ചേരുന്നുണ്ട്, കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും, ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്നും ചേരുന്നുണ്ട്. അതുപോലെ തൊടുപുഴയും മറ്റ് നിയോജകമണ്ഡലം എല്ലായിടത്തും തന്നെ വാർഡ് തലങ്ങളിൽ ഇപ്പം വാർഡ് കൺവെൻഷനുകൾ നടത്തി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത ഒരു ഉണർവ് ഇന്ന് പാർട്ടിക്കുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളിലേക്ക്, ഈ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റ് പാർട്ടികളെ പോലെ കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് അനുഭാവികളാണ് കൂടുതൽ.
ഇപ്പോൾ നമ്മളൊരു കമ്മിറ്റി വിളിച്ചാൽ വന്നിരിക്കാൻ ചിലപ്പോൾ ഇത്രയും ആളുകളിലേക്ക്, പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ആ മനസ്സുള്ള ആളുകൾ, കേരള കോൺഗ്രസിനോട് അനുഭാവമുള്ളവർ, ഉള്ളിൽ എപ്പോഴും കേരള കോൺഗ്രസ്, പക്ഷെ അവരൊന്നും പുറത്തിറങ്ങി ജയ് വിളിക്കാനോ അല്ലെങ്കിൽ കൊടി പിടിക്കാനോ ഒന്നും ആൾക്കാരെ കാണത്തില്ല. അതാണ് നേരത്തെ പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകത. അതാണ് ഈ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടി അനുഭാവമുള്ളവരും ധാരാളമുള്ള ഈ ഒരു ഇതിൽ അതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ റെലവൻസ് എന്ന് പറയുന്നത്. ഈ കർഷകൻ എന്ന നിലയ്ക്ക് തന്നെ ഒന്നുകൂടി ചോദിക്കാം, ഇപ്പോഴത്തെ റബ്ബർ കൃഷി അതുപോലെ തന്നെ എല്ലാ കൃഷികളും പൊതുവെ പ്രശ്നങ്ങളാണല്ലോ നേരിടുന്നത് കർഷകർ, അതിനെക്കുറിച്ച് എന്താണ്? റബ്ബർ കൃഷി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇദ്ദേഹം കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു 10-65 പേജുള്ള ഒരു പത്രികയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ പത്രികയുടെ ജനങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ തുടങ്ങുന്നത് 16-ാം പേജിലാണ്. അത് പറഞ്ഞു തുടങ്ങുന്നത് കാർഷിക മേഖലയെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് റബ്ബറിന് 250 രൂപ തറവില ആക്കുമെന്നാണ് UDF പറഞ്ഞത്. അതിന് 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാകുന്ന, അതായത് കേന്ദ്രത്തിലുള്ള റെയിൽവേ ബജറ്റ് പോലെ തന്നെ നമുക്കൊരു കാർഷിക മേഖലയിൽ ഒരു ബജറ്റ് ഉണ്ടാവും. അത്രയ്ക്ക് 4.5 പേജോളം കാർഷിക മേഖലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രകടന പത്രികയായിരുന്നു. ഇത് കണ്ട് കോപ്പി അടിച്ചാണ് ഒരു കൂട്ടർ അവരും വന്ന് അനൗൺസ് ചെയ്തു 250 രൂപ കൊടുക്കും. ഇപ്പം 250 രൂപയില്ല, 190 രൂപ റബ്ബറിന് വില ഉണ്ടായിരുന്നു. ഇപ്പം 150 രൂപ തറവില പ്രഖ്യാപിച്ച മഹാന്മാരാണ്. ആലോചിച്ച് നോക്കണം, 75 രൂപ ഉണ്ടായിരുന്നപ്പോൾ 150 രൂപ, ഇരട്ടിയോളം കൊടുത്ത സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, UDF അധികാരത്തിൽ വന്നാൽ 3 മാസത്തിനകം റബ്ബറിന്റെ തറവില 250 രൂപയാക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികാരത്തിൽ വന്ന ഇടുക്കിയിലെ ഭൂപതിവ് വിഷയം 3 മാസം കൊണ്ട് ഉപാധിരഹിത പട്ടയം കൊടുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം കർഷകരുടെ വിഷയങ്ങളെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടി വർഷങ്ങളായിട്ട് പറയുന്നൊരു ആവശ്യമുണ്ട്, ഈ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തറവില നിശ്ചയിക്കുക. നമ്മൾ എല്ലാവരും പറയും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്നുള്ളൊരു പരാതിയാണ്. ഒരു കടയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കാർഷിക ഉൽപ്പന്നം നിങ്ങൾക്ക് വില കുറഞ്ഞ ഒന്ന് മേടിക്കാൻ പറ്റും. കുരുമുളക് ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, അരി ആയിക്കോട്ടെ, വാഴക്കൊല ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഴമായിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും മാർക്കറ്റിൽ നല്ല വിലയാണ്. വിലയില്ലാത്തത് കർഷകന്റെ പുരയിടത്തിലാണ്. അവിടെയാണ് ഭാവനയുള്ള ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഇതിന് തറവില നിശ്ചയിക്കുന്നത്. നമ്മളിപ്പം മറ്റ് വടക്കേ ഇന്ത്യയിലൊക്കെ എങ്ങനെയാണ് അവർ കർഷകരെ പിടിച്ചു നിർത്തുന്നത്? അവിടെ സബ്ജി മണ്ടികളുണ്ട്, പച്ചക്കറി മാർക്കറ്റുകളുണ്ട്. അതാത് പ്രദേശത്തെ പച്ചക്കറി അവർക്ക് അവിടെ വിൽക്കാൻ പറ്റത്തുള്ളൂ, അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അവിടെയെല്ലാം ഒരു തറവില നിശ്ചയിച്ച് അവിടെ നിന്നാണ് ലേലം വിളിക്കുന്നത്. അങ്ങനെയാണ് അവർ കർഷകരെ താങ്ങി നിർത്തേണ്ടത്. അത് എന്തുകൊണ്ട് നമുക്കിവിടെ കേരളത്തിൽ ചെയ്യാൻ സാധിക്കത്തില്ല? അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ കൃഷി അറിയാവുന്ന ഒരു കൃഷിമന്ത്രി വേണം, അല്ലെങ്കിൽ കർഷകരുടെ മമതയുള്ള ഒരു കൃഷിമന്ത്രി വേണം, അല്ലെങ്കിൽ മമതയുള്ള ഒരാളെ എൻ്റെ സെക്രട്ടറി ആയിട്ട് വെക്കണം. അദ്ദേഹത്തിൻ്റെ ഉപദേശം ഈ മന്ത്രിമാരെ കേൾക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ നമുക്ക് ഒരു പരിധിവരെ, ഇപ്പം പോലും സംഭരിച്ച നെല്ലിന് ഇവർ വില കൊടുക്കുന്നില്ല. നാളികേര സംഭരണം UDF പറഞ്ഞാണ് തേങ്ങയ്ക്ക് 40 രൂപയാക്കുമെന്ന് നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കിടപ്പുണ്ട്. ഇവരെ ഒരു 900 വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലീഫ്ലെറ്റ് കണ്ടിട്ടുണ്ടോ? ആ 900 വാഗ്ദാനങ്ങൾ എത്ര എണ്ണം ഇവർ നടപ്പാക്കിയിട്ടുണ്ട്? ഒരു 50 കർമ്മപരിപാടി വെച്ചിരുന്നു LDF, അതിൽ എത്ര എണ്ണം ഇവർ നടപ്പാക്കിയിട്ടുണ്ട്? അപ്പം പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയാൽ പരിഹരിക്കാവുന്ന വിഷയങ്ങളെ ഇന്ന് നമ്മുടെ ഈ സംസ്ഥാനത്തുള്ളൂ. അപ്പം പിന്നെ നമ്മൾ ഇത്രയും പ്രമുഖനായ ഒരു നേതാവിൻ്റെ മകനാണ് PJ ജോസഫ് സാറ്. ഒരുപാട് മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാനത്തും അല്ലാതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ താങ്കൾ മകനായി വന്നത് ഇത് രാഷ്ട്രീയ പ്രവർത്തനം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണോ, അതോ PJ ജോസഫിൻ്റെ മകനായിട്ട് കയറി വന്നതാണോ, അല്ലാതെ വളർന്നു വന്നതാണോ? PJ ജോസഫിൻ്റെ മകൻ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കാരണം. ഇപ്പം ഡോക്ടറിന്റെ മകൻ ഡോക്ടറാകാൻ പാടില്ലെന്നോ, എഞ്ചിനീയറിന്റെ മകൻ എഞ്ചിനീയറാകാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ പാട്ടുകാരന്റെ മകൻ സംഗീതം പഠിക്കാൻ പാടില്ലെന്നോ നിയമമൊന്നുമില്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ വന്നത് വളരെ ഒരു ഓർഗാനിക് ഗ്രോത്താണ്. ഞാൻ ഈ പാർട്ടിയുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായിട്ടാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അതിനുശേഷം പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗമായി, പിന്നീട് പാർട്ടിയുടെ IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി. യൂത്ത് ഫ്രണ്ടിൻ്റെ ചാർജും എനിക്കായിരുന്നു.
ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ഒരു 8-9 വർഷം ഈ പാർട്ടിയിൽ ഞാൻ ജോലി എല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വന്നതിന് ശേഷമാണ് പാർട്ടി പ്രവർത്തനമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ഓർഗാനിക് ഗ്രോത്ത് തന്നെയാണ്. ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം നൂലിൽ കെട്ടി ഇറക്കിയതല്ല. കാരണം അങ്ങനെ ഇറങ്ങാനും പാടില്ല. കാരണം എനിക്ക് പ്രവർത്തന മികവുണ്ടെങ്കിൽ അവൻ കഴിവ് തെളിയിച്ച് വരട്ടെ എന്ന് തന്നെയാണ് അപ്പച്ചൻ ഒരു 5 വർഷം മുമ്പ് എൻ്റെ പേര് ഇങ്ങനെ ചില ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അതാണ് അഭിപ്രായം പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ കഴിവിനോ പറ്റുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ പല വിഷയങ്ങളൊക്കെ എനിക്ക് പരിഹരിക്കാൻ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരു അങ്ങനെ പെട്ടെന്ന് ചാടി ഇവിടെ വന്നതല്ല, അതിങ്ങനെ ഗ്രാജുവലായിട്ട് വളർന്നു വന്നു. നമുക്ക് ഇച്ചിരി ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ കേരളത്തിൽ പ്രവർത്തനത്തിൽ വരുന്നതിന് മുൻപ് എന്തായിരുന്നു പ്രൊഫഷൻ? ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പക്ഷേ ജോലി ചെയ്തത് IT മേഖലയിലാണ്. ഞാൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ IBS എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു 3-4 വർഷം ജോലി ചെയ്തു. പിന്നീട് ഒരു 7 വർഷം സ്വിറ്റ്സർലൻഡിൽ സ്വിസ് എയറിന്റെ IT-യിലായിരുന്നു. 2008 തിരിച്ച് നാട്ടിൽ വന്നു. IT എല്ലാം ഉപേക്ഷിച്ച് നേരെ കൃഷിയിലേക്ക് തിരിഞ്ഞു. പിന്നെ പതുക്കെ ഒരു യാദൃശ്ചികമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും പിന്നെ ഇപ്പോൾ സജീവമായതും. അതെ. ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ പ്രവർത്തിക്കുമ്പോൾ, കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രവർത്തന? ഞാൻ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. കാരണം ഈ എവിടെയെങ്കിലൊക്കെ പാർട്ടിയിൽ വിഷയങ്ങളും പല വിഷയങ്ങളും നമ്മളൊന്ന് 2 കൂട്ടരെയും ഭാഗം കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഈ പാർട്ടിക്കകത്തൊന്നുമില്ല. പരസ്പരം ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് പരിഹരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവൃത്തി, ഒരു കോർഡിനേറ്ററിൻ്റെ ജോലി ഞാൻ തീർച്ചയായിട്ടും വളരെയേറെ ആസ്വദിക്കുന്ന, എൻജോയ് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പച്ചനെ പോലെ തന്നെ കൃഷിയും പരിപാടിയൊക്കെ ഉണ്ടോ? കൃഷിയുണ്ട്. ഞാൻ ഇവിടെ മീനാക്ഷിപുരം അടുത്ത് അവിടെ കുറച്ച് തെങ്ങും മാവും ഒക്കെ ഉണ്ട്. പിന്നെ വീട്ടില് പിന്നെ ഡയറി, അതിവിടുത്തെ പിന്നെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അതിങ്ങനെ നമ്മള് വലിയ നമ്മുടെ ഇന്റർഫിയറൻസ് ഇല്ലെങ്കിലും അതങ്ങ് ഓടിക്കോളും. ഈ തൊടുപുഴയിലെ ഏറ്റവും വലിയ കാർഷിക മേള നടക്കാറുണ്ട്. കൊറോണയ്ക്ക് ശേഷം അത് നടന്നതില്ല. അതെ, അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാല് നമുക്ക് കൊറോണയ്ക്ക് ശേഷം അത് പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അതൊക്കെ ഒന്നുകൂടെ അതിന്റെ ആലോചന നടക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത് ഇപ്പോഴത്തെ ഒരു തൊടുപുഴ നിങ്ങൾ പല പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടല്ലോ, ഈ ചാനൽ പലപ്പോഴും അവിടെ ലൈവ് വന്നിട്ടുള്ളതാണ്. അതൊരു ബിഗ് ബഡ്ജറ്റ് ഒരു സംഭവമാണ്. ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴും ഇപ്പൊ ഇവര് ഒരു പരിപാടിക്ക് 2.34 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പം 10 ദിവസത്തെ ബിഗ് ബഡ്ജറ്റ് കാർഷിക മേളയ്ക്ക് ഞങ്ങൾ അതിന്റെ 10 പോലും മുടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവർ ഈ ധൂർത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 2.34 കോടി രൂപ ഇവര് ഒരു പരിപാടിക്ക് മുടക്കിയെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പലരും അവിടെ വന്നിട്ടുണ്ട്. ഒരു കാർഷിക മേളയ്ക്ക് നമുക്ക് അതിന്റെ 10 ചിലവാകുന്നില്ല. അപ്പം ഒരു പരിപാടി നടത്താനുള്ള എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പം നമ്മൾ അതിനേക്കുള്ള ഒരു പ്രവൃത്തിയിലാണ്. അപ്പൊ അത് ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ തീർച്ചയായിട്ടും. അല്ല, പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ്. ഈ പല കാര്യങ്ങളും ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അല്ല, ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട് വീട്ടിലെ ഒരു പറമ്പിലുള്ള തടികൾ മുഴുവൻ ലോറി കയറി പോകുന്ന കാണാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂലയിലുള്ള ഒരു പറമ്പിന്റെ മൂല വിൽക്കും. അതൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്ന ഒരു എന്താ പറയുന്ന കാര്യമാണ് വീട്ടിലെ. അപ്പോ ഞാൻ ആദ്യം ഇടയ്ക്ക് ചോദിച്ചായിരുന്നു മത്സരിക്കുന്നുണ്ടോന്ന് നിയമസഭയിലേക്ക്. അല്ല, നിയമസഭ മത്സരിക്കുക എന്നുള്ളതൊക്കെ അത് ആ സമയമാകുമ്പോൾ പാർട്ടി എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് അപ്പച്ചൻ്റെ ഒരു സംഗീതം അത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ശുഭകരമായി ഒരു പാട്ടുപാടി ഞങ്ങൾ അവസാനിപ്പിച്ചാലോ? നല്ല തേനും വൈബും, അല്ലെങ്കിൽ ഏതായാലും തേനും വയമ്പും മതിയോ? അത് മതി. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. മാനത്തെ സിംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം,
കാലത്തും വൈകിട്ടും പൂമ്പാളത്തേനുണ്ണാനാ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു തേനും വായും നാവിൽ തൂവും വാനം പാടി. വാപ്പച്ചനെ പോലെ തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും എല്ലാം പാട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പാലായിലെ ഫ്രാൻസിസ് ജോർജിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാനും പിള്ളേരും കൂടെ ഈ പാല നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ പുറകില് ഒരു സ്റ്റേജ് ഒക്കെ ഇട്ട് ഞങ്ങള് അന്ന് അതിന്റെ ഒരു പ്രത്യേകത, അന്ന് ബാൻഡിലുള്ളവരെല്ലാം പാർട്ടി, ഞാൻ പാടി, എൻ്റെ മകൻ ഗിറ്റാറും പാട്ടും പാടി, മറ്റൊരു മകൻ പാടി, പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗം സേവിയുടെ മകൻ ഡ്രംസ് വായിച്ചു, അതുപോലെ എന്നെ തൊടുപുഴയുള്ള ഒരു പാർട്ടിക്കാരൻ ഒരു യൂത്ത് ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പയ്യന് അവനാണ് കീബോർഡ് വായിച്ചത്, പിന്നെ ഒരു ബേസിസ്റ്റും തുടക്കാരൻ. അപ്പൊ ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും കൂടെയാണ് അന്ന് ആ ഒരു 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 മ്യൂസിക്കൽ നൈറ്റ് ഇവിടെ ഒരു യൂത്തിന് വേണ്ടി നൈറ്റ് നടത്തിയത്. അപ്പോൾ ഇത്രയും നേരം ഈ ദൃശ്യ ചാനലിന് വേണ്ടി നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വളരെയധികം നന്ദി. താങ്ക് യു.